ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പം സൺഡേ ആകുമ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായാലും എണീക്കാൻ ലേറ്റ് ആവും കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റു, മക്കളാരും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനിതാ ഇന്നലെ ഞാനങ്ങനെ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ, ഈ നട്ട്സിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ അതൊന്ന് കുറച്ച് ജസ്റ്റ് സീഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടോ. അപ്പം ഇന്ന് കടലക്കറിയും പുട്ടും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കടലക്കറിയും പുട്ടല്ല, പുട്ടും കടലക്കറിയും അങ്ങനെ വരുമ്പോഴല്ലേ ഒരു സുഖം ഉണ്ടാവുക. പുട്ടും കടലക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ കടല തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പുട്ടിനുള്ള പൊടി ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. മക്കളാരും എണീറ്റിട്ടില്ല. മക്കളൊക്കെ പിന്നെ ഇനി ഞാൻ സൺഡേ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വിളിക്കൂല, ഒരു എണീക്കുമ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കഴിഞ്ഞാൽ വിളിക്കും കേട്ടോ, അല്ലാതെ ഞാൻ എണീറ്റ പാടൊന്നും അങ്ങനെ വിളിക്കലില്ല. സ്കൂളിലെ ദിവസം ഞാൻ പിന്നെ എണീറ്റ് ഒന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ വിളി തുടങ്ങും കേട്ടോ. എന്നാലേ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എണീക്കുള്ളൂ രണ്ടാളും. ഇനിയിപ്പോൾ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ഒക്കെ ചിരണ്ടി വന്നിട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് തേങ്ങ ചിരണ്ടാന്നുള്ളത്. ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയിട്ട് ബാക്കി ഇനി ഫ്രീസറിൽ വെക്കും കേട്ടോ. കാരണം ഞാൻ ആദ്യമൊക്കെ തേങ്ങ കുറച്ച് ചിരണ്ടിയിട്ട് ഞാൻ ബാക്കി തേങ്ങ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഞാൻ തേങ്ങ എടുക്കൽ എപ്പോഴാണെന്ന് എനിക്ക് കൂടി അറിയില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും തേങ്ങ എടുക്കൽ, അപ്പോഴേക്കും അതൊക്കെ കേടാവും. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കും, ഇപ്പം ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് ചിരണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കും. അതാകുമ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാനും എളുപ്പമാണ്, തേങ്ങ അങ്ങനെ വേസ്റ്റ് ആവുന്നില്ല. കാരണം ഇവിടെ ഞാൻ അങ്ങനെ തേങ്ങ അരച്ച കറി ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ മീനാണെങ്കിൽ തന്നെ മീൻ കൂടുതലും മുളകിടലാണ്, തേങ്ങ അരച്ച കറി ഞാൻ അങ്ങനെ ഉണ്ടാക്കലേ ഇല്ല. പിന്നെ കൂടുതലും എനിക്ക് തേങ്ങ ആവശ്യം വരെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ദോശക്ക് ചട്നി ഉണ്ടാക്കുമല്ലോ ആ സമയത്തൊക്കെ കേട്ടോ കൂടുതലും തേങ്ങ ആവശ്യം വരുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് അങ്ങനെ ബാക്കി ഫ്രീസറിലേക്ക് വെക്കും. അപ്പോഴേക്കും ഇതാ എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കടല വെന്തതിന് ശേഷം കടലക്കറി ആക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു കടായി എടുത്തിട്ട് ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാത്ത ഈ ഒരു കടായി, ഫസ്റ്റ് ടൈം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് പിന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നോർമൽ കടലക്കറി ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കാണ്. ഞാനിങ്ങനെ മിക്ക ആൾക്കാരും ഈ പുട്ടിൻ്റെ കൂടെ പഴം, പഞ്ചസാര കൂട്ടി കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ നമ്മളങ്ങനെ ആരും കഴിക്കലില്ല. എൻ്റെ മക്കൾ തീരെ കഴിക്കില്ല. മക്കൾ പഞ്ചസാര മാത്രം കൂട്ടി കഴിക്കും കേട്ടോ. ചില സമയത്ത് കറി ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മിസാനൊക്കെ പഞ്ചസാര കൂട്ടിയിട്ട് അത് പത്തിരി ആയാലും പുട്ടായാലും ഒക്കെ അങ്ങനെ കഴിക്കലുണ്ട്. പക്ഷേ പുട്ടും പഴവും മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ അങ്ങനെ കഴിക്കലേ ഇല്ല കേട്ടോ. നമുക്ക് എന്തായാലും കറി വേണം. ഹെസക്കും എനിക്കൊക്കെ എന്തായാലും പുട്ടിൻ്റെ കൂടെ കറി ഉണ്ടെങ്കിൽ കറി എന്തായാലും വേണം. ഇസാൻക്ക് പിന്നെ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല, ഇനി പുട്ട് മാത്രമായാലും ഓനക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കറിയും പുട്ടും ഒക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ നാലാളും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇന്നലത്തെ ബീഫ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ അതിൽ തന്നെ ബീഫ് ഇട്ടിട്ട് ആവി കയറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ബീഫ് പുട്ടായില്ലേ. അങ്ങനെ ഞാനും മക്കളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ കേട്ടോ ഇവരത് രണ്ടാളതും കഴിയുള്ളൂ. ഇവർ രണ്ടാളും കഥയും പറഞ്ഞ് മെല്ലെ കഴിക്കുള്ളൂ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ തവണ പറയും വേഗം കഴിക്കുക എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ. പക്ഷെ എന്നാലും രണ്ടാൾക്കാരും കഥയൊക്കെ പറഞ്ഞിട്ട് മെല്ലെ കഴിക്കുള്ളൂ. അങ്ങനെ എനിക്ക് കുറച്ച് തിരുമ്പിയത് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്. സൺഡേ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധമാണ്. സൺഡേ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. അങ്ങനെ ഇന്ന് ഞാൻ മിക്ക ദിവസം ബിരിയാണി തന്നെയായിരിക്കും കേട്ടോ. ബിരിയാണി, മന്തി ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാക്കുക. കൂടുതൽ ബിരിയാണി തന്നെയായിരിക്കും ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മടിയൊക്കെ ആണെങ്കിൽ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കും. അങ്ങനെ ഞാനിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് തീരെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്യലില്ല.
എപ്പോഴും ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാതാണ് കേട്ടോ. വെറും ഗരം മസാല പിന്നെ പെരുംജീരകം ഈ 2 സംഭവം മാത്രമേ യൂസ് ചെയ്തിട്ടാണ് മിക്ക പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറേ ആയി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കേട്ടോ, ഇതൊരു 1/2 കിലോ ബീഫ് ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി മഞ്ഞൾപ്പൊടി ഇടാതെ കുരുമുളകും ഉപ്പ് മാത്രം ഇട്ടിട്ടോ ബീഫ് വേവിക്കൽ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട് ബിരിയാണിയിലേക്ക്. ബാക്കി ഞാനൊരു ഉള്ളി ജസ്റ്റ് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പകുതി തൈരിനും പകുതി ഞാൻ റൈസിലേക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ആ ബീഫ് വേവുന്ന നേരം കൊണ്ട് ഞാൻ മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നെയ്യും പിന്നെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് മസാല റെഡിയാക്കൽ. ഒന്നില്ലെങ്കിൽ നെയ്യ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഓയിൽ. നെയ്യ് എന്തായാലും ഞാൻ യൂസ് ചെയ്യും കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും നെയ്യ് യൂസ് ചെയ്യും. കാരണം നെയ്യ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ചോറിനുള്ള വെള്ളം കൂടി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരി വറുത്തിട്ടല്ലേ വെക്കുന്നത്, അപ്പോൾ പിന്നെ ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം കൂടി തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഞാൻ പച്ചമുളകൊക്കെ കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം എൻ്റെ മക്കൾക്ക് എങ്ങനായാലും എരിവുണ്ട് എന്ന് പറയും കേട്ടോ. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഇവർ വിചാരം അതിൽ ഞാൻ മുളക് പൊടി ഇട്ടിട്ടാണ് ആ മഞ്ഞ കളർ എന്നാണ്. എപ്പോഴും പറയും മഞ്ഞാണെങ്കിൽ തന്നെ പറയും നല്ല എരിവുണ്ടാവും എന്ന്. അതുകൊണ്ട് കൂടുതലും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇടരുത് എന്നുള്ളത്. അത് പിന്നെ ഞാൻ മുന്നേ തന്നെ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ വിചാരിച്ചിട്ട് ഇവർക്ക് ഈ മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ല. മഞ്ഞൾപ്പൊടീൻ്റെത് ആ ഒരു മഞ്ഞ കളർ വന്നാലും ആ ഒരു ചുവപ്പ് കളർ വന്നാലും ഭയങ്കര എരിവുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡാണ് ഇവർക്ക്. അങ്ങനെ ഉള്ളി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അതിലേക്ക് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഞാൻ 1 ടീസ്പൂണോളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് റൈസിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫിൻ്റെ വെള്ളം കൂടി ആ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടില്ലേനു, അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ബീഫിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, അതിൽ ബീഫ് സ്റ്റോക്ക് അതും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഒരു സ്മെല്ല് മാറിയതിന് ശേഷം ഞാൻ 2 തക്കാളി കുറച്ച് മല്ലിയില കറിവേപ്പില അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇത് ഞാൻ അങ്ങനെ വാടാനൊന്നും കാത്തു നിൽക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ നേരെ ആ ബീഫ് അതിലേക്ക് ആക്കി കൊടുക്കുക. ബീഫിൽ അതിൻ്റെ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടേനു. ആ ഗ്രേവി അടക്കം ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഗരം മസാലയും പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഈ ഒരു മസാലയിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കില്ല. ജസ്റ്റ് ഗരം മസാല പെരുംജീരകത്തിൻ്റെ പൊടി അത് 2 മാത്രം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ അതിലേക്ക് തൈര് പിന്നെ നാരങ്ങൻ്റെ നീരുണ്ടല്ലോ, ഒരു പകുതി നാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഞാൻ ചോറിനുള്ള അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു അരിയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേനു. ഇനിയിപ്പോൾ ഞാൻ അരി ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇതേപോലെ നേച്ചറിൽ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പം കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കി നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ബീഫ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എന്താ പറയുക ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ അതേപോലെ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഇതാ അവിടെ ഒരൊറ്റ ലെയറായിട്ടാട്ടോ ദമ്മിടുന്നത്. കാരണം കുറച്ച് ചോറല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഒരൊറ്റ ലെയറായിട്ടേ ദമ്മിടുന്നുള്ളൂ. പിന്നെ അത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് കേട്ടോ, നെയ്യും പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ അണ്ടി മുന്തിരി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലേ, ഈ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ മക്കൾക്ക് പറ്റില്ല. പിന്നെ ഞാൻ കാണാനൊരു ഭംഗിയല്ലേ, പിന്നെ ഒരു ടേസ്റ്റുമാണ് ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ. പക്ഷെ ഇവർക്ക് ഒന്നും പറ്റില്ല കേട്ടോ, ഇവർക്ക് രണ്ടാൾക്കാർക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലും അങ്ങനെ ഇട്ട് കൊടുക്കലില്ല ഉള്ളിയും അതേപോലെ അണ്ടി മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുക്കലില്ലേനും. പിന്നെ ആ ചോറ് ദമ്മിനിട്ട് നമ്മളെല്ലാവരും പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ടോ. അപ്പോൾ ഇന്ന് പുറത്തൊക്കെ എന്തോ കല്യാണം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ട്, കല്യാണമല്ല ഹൗസ് വാമിങ് തോന്നുന്നു അടുത്തുള്ള വീട്ടിൽ. അപ്പം എല്ലാവരും അങ്ങോട്ട് പോണതും വരുന്നതും ഒക്കെ ഇവരിങ്ങനെ ഇരുന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ, 3 ആൾക്കാരും. ഞാനൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഫ്ലെയിം ഓഫാക്കി പോയി നമ്മളെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിതൊന്ന് മിക്സ് ആക്കുന്നത്. പിന്നെ ഞാനിത് അങ്ങനെ റൈസ് സെപ്പറേറ്റ് ആക്കിയിട്ടും മസാല സെപ്പറേറ്റ് ആക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അടിയിൽ നിന്ന് തന്നെ അങ്ങനെ മിക്സ് ആക്കിയിട്ടൊന്ന് എടുക്കലാണ്. ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ, കാരണം നമ്മൾ ആ ബീഫ് വേവിച്ച ആ ഒരു സ്റ്റോക്കിലാണല്ലോ റൈസും വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൈസിന് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. അപ്പം ഞാനിതാ ഫസ്റ്റ് മക്കൾക്ക് വാരി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ, കാരണം ഞാനിത് ഓരോട് ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താഴെ ഫുള്ളും ആക്കും. ഇന്നാണെങ്കിൽ ഞാൻ ഫുള്ള് തുടച്ചതും ഒക്കെയിനും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഒറ്റയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ താഴെ ആക്കുകയും ചെയ്യും, എരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കില്ല. അപ്പം ഞാൻ വാരി കൊടുക്കുകയാണെങ്കിൽ 2 ആളും അങ്ങനെ കഴിച്ചോളും. അപ്പോൾ അതാ 2 ആൾക്കും ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. സമാനക്ക് പിന്നെ വാരി കൊടുക്കുന്നൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ, ഓൻ ഒറ്റയ്ക്ക് കഴിക്കും. ഞാൻ ഇതേപോലെ ഉരുളാക്കിയിട്ട് കയ്യിൽ കൊടുക്കും, എന്നിട്ട് ഓൻ അങ്ങനെ കടിച്ച് കഴിക്കും. അതാണ് ഓനക്ക് ഇഷ്ടം. ഓനക്ക് ഈ വാരി കൊടുക്കുന്ന പരിപാടിയെ ഓനക്കിഷ്ടമില്ല. എൻ്റെ ഹസ്ബൻഡ് ഒക്കെ പ്രായമാകുമ്പോൾ ഞാൻ വിചാരിക്കും ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നല്ല സുഖേനും, എന്നാൽ പിന്നെ നമുക്കിങ്ങനെ വാരി കൊടുക്കാനും പിന്നെ ഒരത് ഇറക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാനും ഒന്നും നിൽക്കണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ എൻ്റെ സമാനും ഇസാനും ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇവർ ഒറ്റയ്ക്കൊക്കെ കഴിച്ചിട്ട് ഫുള്ള് താഴാക്കിയിടും. അത് പിന്നെ നമുക്ക് ഡബിൾ പണിയാവും. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷെ നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മടി കൊണ്ടിട്ട് ഞാൻ മിക്ക സമയവും, പ്രത്യേകിച്ച് ഞാൻ തുളയ്ക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ എന്തായാലും ഞാൻ വേഗം വാരി കൊടുക്കാൻ നോക്കും. അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിലും എനിക്ക് എന്തായാലും സ്കൂളിൽ നിന്നൊക്കെ ഒറ്റയ്ക്കല്ലേ കഴിക്കുന്നത്. പിന്നെ സമാനം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാലും ഓനക്ക് വാരി കൊടുക്കണ ഇഷ്ടമില്ല, ഓനക്ക് ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം. പിന്നെ ഓൻ അതിൻ്റെ ഇടയ്ക്ക് കിടന്നുറങ്ങിട്ടോ. ഓൻ കിടന്നുറങ്ങിയപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൽ ബ്രൗണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹസിയും ഇസാനും കൂടി ആ ബ്രൗണിയൊക്കെ കഴിച്ചിട്ട് നേരെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയത് ആറിടാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ മുകളിൽ കയറി അങ്ങനെ ആറിയൊക്കെ ഇട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നിട്ടോ. പിന്നെ ഇനിയിപ്പം സമാന് പെട്ടെന്ന് എങ്ങാനും എണീച്ചാലും വെച്ചിട്ട് വേഗം താഴേക്ക് പോയി. പിന്നെ കുറച്ച് നേരം കിടന്നൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി 5:30 ആയ സമയത്ത് അങ്ങനെ വീണ്ടും കിച്ചണിൽ കയറി ഞാൻ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചിട്ടോ. കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ലായിരുന്നു, കാരണം സൺഡേ അല്ലേ, ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബിസ്ക്കറ്റും കൂടി എടുത്തിട്ടോ. പിന്നെ മക്കൾക്ക് ഞാൻ കുറച്ച് നുറുക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതും കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നല്ല കളിയാണ് കേട്ടോ. ഇവരൊരു ഗ്യാപ്പ് കിട്ടിയ അപ്പം അടി ഉണ്ടാക്കിക്കാളും. ഇതിപ്പോൾ 2 ആൾക്കാരും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാട്ടോ. ഞാൻ അപ്പുറം ഇരുത്തിയത് ഒരുമിച്ച് ഇരുത്താത്തത് തന്നെ ഇവർ അടി ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ അപ്പുറം നിന്നിട്ട് കണ്ണ് തെറ്റി അപ്പം അടി ഉണ്ടാക്കിക്കാളും. ഇനിയിപ്പോൾ സമാനം ഉണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് സമാനം ഉറങ്ങി നീച്ച് ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴം തിന്ന് അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാനും പിന്നെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മടി പിടിച്ചിട്ട് ഞാനും അങ്ങനെ സോഫയിൽ കിടന്ന് ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം. അമ്മ
ഇനിയിപ്പോൾ അതാ മേലൊക്കെ കേൾക്കാൻ പോകുന്നതിന് മുന്നേ ലാസ്റ്റത്തെ കളിയാണ് കേട്ടോ ഇവരത്. നല്ല രസമാണ്. ചില സമയത്ത് ഇവർ കളിക്കുന്നത് അങ്ങനെ നോക്കി നിന്നും പോവും. നല്ല രസമാണ് കാണാൻ. ഇതിപ്പോൾ കണ്ടോ, ഓനക്ക് മിഠായിയൊക്കെ ഓഫർ ചെയ്തിട്ട് രണ്ടാളും കളിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, വേഗം കിടന്നുറങ്ങട്ടെ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 7:30 ഒരു 8 മണി 8:30 മുന്നേ എന്തായാലും ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ നാളെ സ്കൂളിലെ ദിവസമാണ്. വീണ്ടും പോയി കിടന്നുറങ്ങട്ടെ.